ഞാൻ വീഡിയോ ചെയ്യാൻ തുടങ്ങിയ കാലം മുതൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ എനിക്ക് കിട്ടുന്നിട്ടുള്ള ലൊക്കേഷനിലാണ് ഞാനിപ്പോൾ. കൂത്താട്ടുകുളത്തെ മഹാദേവ ക്ഷേത്രം ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും പഴക്കം തോന്നിക്കുന്ന ഒരു അമ്പലം. സത്യം പറഞ്ഞാൽ എല്ലാ ഭാഗത്തു നിന്നൊക്കെ പൊട്ടിപ്പൊളിഞ്ഞ് പോകാൻ തുടങ്ങിയ ഒരു അമ്പലം. പക്ഷേ ഇതിൻ്റെ അകം അടിപൊളിയാണ്. നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റത്തില്ല, ഷൂട്ട് ചെയ്യുന്ന ഒരു മാന്യതയല്ല, നല്ല അടിപൊളിയാണ്. ഭയങ്കര പീസ്ഫുള്ളായിട്ടുള്ളൊരു അമ്പലം. പക്ഷേ ഇത് ഒരു മാസത്തിനുള്ളിൽ ഇതിൻ്റെ മെയിൻ്റനൻസ് തുടങ്ങും. പുരാവസ്തു വകുപ്പ് ഏറ്റെടുത്തിട്ടാണ് മെയിൻ്റനൻസ് തുടങ്ങുന്നതാണ് ഇവിടെ ചോദിച്ചതെന്ന് അറിയാൻ. എല്ലാവർക്കും തന്നെ ഏറെക്കുറെ അറിയാവുന്ന ഒരു അമ്പലമാണ് കേട്ടോ. എല്ലാവരും കണ്ടിട്ടുള്ളതായിട്ടൊരു അമ്പലമാണ്. ഞാൻ വരാൻ കുറച്ച് ലേറ്റ് ആയെന്നുള്ളൂ. അപ്പോൾ എന്തായാലും കുറച്ച് വിഷ്വൽസൊക്കെ എടുത്തിട്ടുണ്ട്. എല്ലാവരും കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. 1000 വർഷത്തിലേറെ പഴക്കമുള്ള ഈ ക്ഷേത്രം 2019 ദേവസ്വം ബോർഡ് ഏറ്റെടുക്കുന്നത്. 1000 പേർക്കിരിക്കാവുന്ന ഊട്ടുപുരയും 1 ലക്ഷത്തിലധികം വിളക്കുകൾ കത്തിച്ചിരുന്ന വിളക്കുമാടവും ഉണ്ടായിരുന്ന ക്ഷേത്രമായിരുന്നു ഇത്. എന്നാൽ ഇത് കാലാകാലങ്ങളിൽ ക്ഷേത്ര നടത്തിപ്പുകാർ പൊളിച്ചു മാറ്റുകയായിരുന്നു. അനവധി ചുവരചിത്രങ്ങളും കൊത്തുപണികളുമുള്ള ഈ ക്ഷേത്രത്തെപ്പറ്റി 1980 BBC വക ഒരു ഡോക്യുമെൻ്ററി വരെ ഉണ്ടായിരുന്നു. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഈ ക്ഷേത്രത്തിൻ്റെ അവസാന മിനുക്കുപണികൾ നടന്നത് മാർത്താണ്ഡവർമ്മയുടെ കാലത്തായിരുന്നു. കേരളത്തിൽ അവശേഷിക്കുന്ന 108 പ്രധാനപ്പെട്ട ശിവക്ഷേത്രങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായിട്ട് തന്നെയാണ് ഇന്നും കൂത്താട്ടുകുളം മഹാദേവ ക്ഷേത്രം നിലനിൽക്കുന്നത്. ഇതുപോലെ പുരാതനമായ ക്ഷേത്രങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരാളായിട്ടും നിങ്ങൾ ഈ ക്ഷേത്രം വന്ന് കണ്ടിട്ടില്ല എങ്കിൽ അത് തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു നഷ്ടം തന്നെയായിരിക്കും. കാരണം വരും വർഷങ്ങളിൽ ഈ ക്ഷേത്രം പുതുക്കിപ്പണിയാൻ തന്നെയാണ് പുരാവസ്തു വകുപ്പ് തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോൾ ലൊക്കേഷൻ മറക്കണ്ട, എറണാകുളം ജില്ലയിലെ കൂത്താട്ടുകുളം മഹാദേവ ക്ഷേത്രം നിങ്ങൾക്ക് ഗൂഗിളിൽ അടിച്ചാൽ കറക്റ്റ് ലൊക്കേഷൻ കിട്ടുന്നതായിരിക്കും. അപ്പോൾ കണ്ടിട്ടില്ലാത്തവർ തീർച്ചയായും പോയി കാണുക.